പോകണമെന്ന് വെച്ചിട്ട് കുറേ കാലം ആയെങ്കിലും അൺപ്ലാൻഡ് ആയിട്ട് എവിടെ എന്താണെന്നറിയാണ്ട് പോയൊരു ട്രിപ്പായിരുന്നു ഇത്. ഒന്നും നോക്കിയില്ല, രാവിലെ തന്നെ അങ്ങ് ഇറങ്ങി. അതുകൊണ്ട് തന്നെ രണ്ടുപേരും നല്ല ഉറക്കത്തിലായിരുന്നു എടുത്തു കൊണ്ടുവന്നതും. ഫസ്റ്റിലത്തെ സെൻറ്റർ തന്നെ വയനാടായിരുന്നു. വയനാട് വഴി പോവാന്ന് വെച്ചിട്ട് അങ്ങനെ വയനാടേക്കാണ് ആദ്യം വിട്ടത് ഞങ്ങൾ. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകേണ്ടതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ഭക്ഷണത്തിൽ തുടങ്ങാമെന്ന് വെച്ച് അങ്ങനെ രണ്ടുപേരും ഇറങ്ങി എഴുന്നേറ്റ് ഭക്ഷണത്തിൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നല്ല അടിപൊളി ചോറായിരുന്നു കഴിച്ചത്. ഇത് വയനാട്ടിൽ നിന്ന് കഴിച്ചതായിരുന്നു കേട്ടോ. ഞങ്ങൾ 1980s എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെയും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഫുഡ് കഴിച്ചതിൻ്റെ ഹാങ് ഓവറിലാണോ എന്നറിയില്ല. രണ്ടുപേരും പിന്നെ നല്ല ഹാപ്പി ആയിരുന്നു. ഉറക്കവും കഴിഞ്ഞ് ഫുഡും കഴിഞ്ഞ് എല്ലാം കൊണ്ടും നല്ല ഹാപ്പി ആയിരുന്നു പിന്നീട് രണ്ടുപേരും. ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തുമ്പി പിന്നെ നല്ല ആക്റ്റീവായി. പിന്നെ പാട്ട് വെക്കുമെന്ന് പറഞ്ഞിട്ട് ഡാൻസ് കളിയായി. ആടാട് ആടാട് ഈ പാട്ടായിരുന്നു അവളെ ഫേവറേറ്റ്. ഇതെങ്ങനെ ഫേവറേറ്റായി എന്നൊന്നും എനിക്കറിയില്ല. ഫുൾ വെറൈറ്റി സ്റ്റെപ്പൊക്കെയാണ് കേട്ടോ ഇടുന്നത്. എന്നാൽ മറ്റേ ആൾ ഫുഡ് കഴിച്ച് ഹാങ് ഓവറിലുമായിരുന്നു. പിന്നെ നമ്മൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റൊക്കെ എത്തി. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദൂരം പോയി കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ട് ഞങ്ങൾ പഴം കൊടുത്തു കുരങ്ങന്. അപ്പം അത് തിന്നുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ടാകുന്നു. കുരങ്ങൻ തിന്നുന്നതാണ്. മക്കളാണെങ്കിൽ ആദ്യമായിട്ടായിരുന്നു ഇത്ര അടുത്ത് ഇങ്ങനെ കുരങ്ങന്മാരെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റോടെ ആയിരുന്നു നോക്കി നിൽക്കുന്നത്. പിന്നെ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറിയതിന് ശേഷം നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്ത് ഭംഗിയാണെന്നറിയാം. ഈ ഫോണിൽ കാണുന്ന വ്യൂ ഒന്നുമില്ല കേട്ടോ. നമ്മൾ കണ്ണിൽ കാണുന്ന കാഴ്ച ഇതിലും അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആദ്യത്തെ ഏരിയ ആയ ഊട്ടിയിലെത്തി. ഊട്ടിയിലായിരുന്നു അന്നത്തെ നൈറ്റ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. നല്ലൊരു ഹോട്ടലായിരുന്നു. നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന, ഊട്ടീൻ്റെ മോൾ ഭാഗത്തുള്ള എല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വ്യൂ ഉള്ള പ്ലേസ് ആയിരുന്നു. കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ അടിപൊളി, നല്ല കാണാനും നല്ല ബ്യൂട്ടിഫുൾ. രണ്ടുപേർക്കും അങ്ങനെ ട്രിപ്പിൽ അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. റൂമിലെത്തി നല്ല ഫ്രഷായി രണ്ടുപേരും ഓക്കെ ആയിരുന്നു നല്ലത്. പിന്നെ ഞങ്ങൾ അടുത്തുള്ളൊരു ടീ പ്ലാന്റേഷനിൽ പോയിരുന്നു. അവിടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കേണ്ടതൊക്കെ കുറേ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാമത് ട്രിപ്പിൻ്റെ ഒരു ടയർഡ്നെസ്സൊക്കെ കാരണം നല്ലപോലെ അവർ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ കുറേ റീൽസൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ നിന്നിരുന്നുണ്ടല്ല. അവസാനം ഒരു വീഡിയോ മാത്രം കുറച്ചൊരു ഭംഗിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ഗാർഡനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളായിരുന്നു. ഒരു വലിയ ടീ പ്ലാന്റേഷനായിരുന്നു. കളിക്കുന്നതും ഗാർഡനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മൾ യാത്ര മുന്നോട്ടേക്ക് തുടങ്ങി. ഊട്ടിയിൽ ഒരു ഡേ മാത്രമേ നിന്നിട്ടുള്ളൂ. പിറ്റേ ദിവസം നമ്മൾ തിരിച്ച് അവിടെ നിന്ന് അങ്ങ് യാത്ര തുടങ്ങിയിരുന്നു. ഒന്നാമതെന്ന് വെച്ചാൽ അവിടുത്തെ കാലാവസ്ഥ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഇവർക്കും ഒരു ചെറിയ കോൾഡൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്കണ്ട നല്ല അടിപൊളി ബ്യൂട്ടിഫുള്ളായിരുന്നു വ്യൂ ആയിരുന്നു ഇത്. ഊട്ടീൻ്റെ ഒരു ഭാഗമായിരുന്നു ഇത്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ണിനെ കൊണ്ട് കാണുന്ന കാഴ്ചയും ഫോണിൽ പകർത്താൻ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇതിനേക്കാൾ ഒരുപാട് അടിപൊളിയായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. അതിന് നടുവിൽ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങൾ കോടയൊക്കെ കണ്ട് മലയിറങ്ങാൻ തുടങ്ങി. കുറേ പ്ലേസിലൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ യാത്ര തുടർന്നത്. കാരണം ഒറ്റ ഇതിലേക്ക് ഞങ്ങൾക്ക് യാത്ര തുടരാൻ വേണ്ടി പറ്റില്ലായിരുന്നു. കാരണം കുട്ടികളും എല്ലാം ആയതുകൊണ്ടും റോഡ് ട്രിപ്പ് ആയതുകൊണ്ടും ഒറ്റ ടേക്കിൽ ഞങ്ങൾക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല. അതൊക്കെ ഓരോ സ്ഥലത്ത് ഇറങ്ങി ഓരോന്ന് കണ്ടിട്ടാണ് മുന്നോട്ട് പോയത്. പിന്നെയും കുരങ്ങന്മാരെ കണ്ട്. പോകുന്ന വഴികളിലെല്ലാം മൊത്തം കുരങ്ങന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർക്കാണെങ്കിൽ കുരങ്ങനെ കാണുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു. അങ്ങനെ കുറേ സ്ഥലത്ത് കുറേ കുരങ്ങന്മാരെ ഞങ്ങൾ കണ്ടിട്ടായിരുന്നു. എല്ലാം നോക്കി കണ്ടു. പിന്നെ പോകുന്ന വഴിക്ക് ഊട്ടിയിലെ കുതിര സവാരിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കയറിയിട്ടൊന്നുമില്ല കേട്ടോ, ഒന്ന് കണ്ടു. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെ യാത്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി കേട്ടോ. ഇനി നാളെ കാണാം.